ഹലോ, നമുക്കിന്ന് പഴം പുഴുങ്ങി കഴിച്ചാലോ? അപ്പോൾ അതിനായിട്ട് ഇവിടെ നല്ല പഴുത്ത 2 പഴം ഞാൻ എടുത്തിട്ടുണ്ട് ട്ടോ. അത് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് പഴത്തിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഞാൻ 3 പീസായിട്ട് കണ്ടിച്ചെടുത്തിട്ടുണ്ട് ട്ടോ. അപ്പോൾ കണ്ടിക്കാതെ നമുക്ക് പഴം പുഴുങ്ങിയെടുക്കാം. പിന്നെ ഞാൻ എന്നിട്ട് പാത്രം വെച്ചു, വെള്ളം ഒഴിച്ചു, എന്നിട്ട് ആ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തട്ട് വെച്ച് കൊടുക്കാം. എനിക്ക് ഇഡ്ഡലി പാത്രമാണ് ട്ടോ ഉള്ളത്. എനിക്ക് സ്റ്റീമറൊന്നുമില്ല. അപ്പോൾ തന്നെ ആ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഈ വശത്ത് വെച്ചപ്പോഴത്തേക്ക് ഇത് താന്നു പോയി. അപ്പോൾ അടുത്ത വശത്തും വെച്ചു. അങ്ങനെ ബാലൻസ് ചെയ്ത് അങ്ങനെ നമ്മുടെ 6 കഷ്ണങ്ങളും ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തുറന്ന് നോക്കാം കേട്ടോ. കാരണം 10 മിനിറ്റ് മതി നമ്മുടെ നല്ല പഴുത്ത പഴമാണെങ്കിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഴം പുഴുങ്ങിയതൊന്നും നമ്മളിവിടെ അധികം ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ മനുവേട്ടന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമില്ല പഴം പുഴുങ്ങിയത്. പിന്നെ എനിക്കിഷ്ടം പച്ചപ്പഴം പുഴുങ്ങിയതാണ് കേട്ടോ. പച്ചപ്പഴമാണ് ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ നല്ലത്. പൊഞ്ചിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ട് പൊഞ്ചി കഴിക്കില്ല. മനുവേട്ടൻ അത് കഷ്ണമൊക്കെ ആയിട്ട് കണ്ടിച്ചിട്ട് ഫോർക്കിലൊക്കെ കുത്തി കഴിക്കുന്നുണ്ട്.